तत्पर एवं श्रीकृष्णदेवस्य नाम्नामष्टोत्तरं शतं सर्वसिद्धिप्रदातारं सर्वमृत्युनिवारणं सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ഘടലായ ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുസന്നിധിയിൽ എല്ലാവരുടെയും ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ശ്രീമദ് മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലെ 37-ാമത്തെ അധ്യായം കേശിവധവും ശ്രീനാരദ മഹർഷി ഭഗവാനെ സ്തുതിക്കുന്നതും വ്യോമാസുരനെ ഭഗവാൻ വധിക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് മഹാഭാഗവത പ്രാർത്ഥന ശ്ലോകങ്ങൾ. ഓം തത്സത്. സംസാര സാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാത്. ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണ ഏവ ഹി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ. മനോരഥോ മദീയോയം സഫലഃ സർവദാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യോ ദാസോഹം തവ കേശവ. ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. ദേവദേവ ജഗന്നാഥ പുണ്യശ്രവണ കീർത്തന യദുത്തമോത്തമ ശ്ലോക നാരായണ നമോസ്തുതേ. ഭവേ ഭവേദാ ഭക്തി പാദയോർതവ ജായതേ തദാ കുരുഷ്വ ദേവേശ നാദസ്തം നോ യത പ്രഭോ. നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം വരം തം നമാമി ഹരിം വരം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ. ശ്രീമദ് മഹാഭാഗവത വന്ദന ശ്ലോകങ്ങൾ. ഓം തത്സത്. ജന്മാദസ്യ ദുർനയാദിജഗതശ്ചാപ്യേഷ വിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായാദികവയേ മുഖ്യന്തിയൽ സൂരയ. തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ദാംനാ സ്വേന സദാ നിജസ്തകുഹകം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി. ധർമ്മപ്രോജിത കൈതമോത്ര പരമോ നിർമത്സരാണാം സദാ വേദ്യം വാസ്തവമത്ര വസ്തു ശിവകം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വര സദ്യോ ഹൃദ്യവരുദ്ധതേ പ്രകൃതി ശുശ്രൂഷുഭിः തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം ശുഖമുഖാതമൃതദ്രവ സംയുതം പിബത ഭാഗവതം രസമാലയം മുകുരഹോ രസികാ വിഭാവുകാ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം പരമാനന്ദമാധവം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് ദശമസ്കന്ധത്തിലെ 37-ാമത്തെ അധ്യായമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഭഗവാൻ കേശി എന്ന അസുരനെ വധിക്കുന്നതും ഇങ്ങനെ കേശവൻ എന്ന നാമം ഭഗവാന് ലഭിക്കുന്നതും പിന്നീട് നാരദൻ ആ കേശിയെ വധിച്ചതുകൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നതും വ്യോമാസുരനെ വധിക്കുന്നതുമൊക്കെയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. അക്രൂരൻ ഭഗവാനെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിത്യപാരായണം ശ്രീമദ് മഹാഭാഗവതം. അത ദശമസ്കന്ധ സപ്തത്രിംശത്തമോധ്യായ. ശ്രീശുഗോവാച. കേശീദു കംസപ്രഹിതപുരൈർമഹീം മഹാകയോ നിർജരയൻ മനോജവാ
തടാവദൂധാഭ്രവിമാനസങ്കുലം കുർവന്നബോഹേഷിത വീശിതാഖില. വിശാലനേത്രോ വികടാസ്യകോടരോ ബൃഹത്കടോ നീലമഹാമുദോ മാം ദുരാശയാ കംസഹിതം ചികീർഷ്യർ പ്രജം സ നന്ദസ്യ ജഗാമകമ്പയൻ. ത്രാസയന്തം ഭഗവാൻ സ്വഗോകുലം തദ്വേഷിതൈർവായാല വിപൂർണിതാംബുദം ആത്മാനമാജോ ആത്മമൃഗയന്തമഗ്രണീ രൂപക്വയത്സ വ്യനദൻ മൃഗേന്ദ്രവത്. സദം നിശാമ്യാഭിമുഖോ മുഖേനഖം പിബന്നിവാഭ്യദ്രവദത്യമർഷണ ജഘാനപദ്മ്യാ അരവിന്ദലോചനം ദുരാസതശ്ചണ്ഡ ജവോ ദുരത്യയാ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. തദ്വഞ്ചയിത്വാ തമദോക്ഷജോരുഷ പ്രഗൃഹ്യ ദോർഭ്യാം പരിവിദ്യപാദയോ സവാജ്ഞമുത്സൃജ്യ ധനുഷ്യദാന്തരേ യദോരഗം താർച്ചസുതോ വ്യവസ്ഥിത. സാലബ്ധസപ്ന പുനരുദ്ധിതോരുഷ വ്യാജായ കേശി തരസാപദദ്ധരി സ്വപസ്യ വക്രേ ഭുജമുത്തരം സ്മയൻ പ്രവേശയാമാസ യഥോരകം വിലേ. ദന്താനി വേദുർഭഗവദ്ഭുജസ്പൃശ സ്തേ കേശിനസ്തപ്തമയ സ്പൃശോ യഥാ ബാഹുശ്ച തദ്ദേഹഗതോ മഹാത്മനോ യഥാമയ സംഹൃതേ ഉപേക്ഷിത. സമേധമാനേന സ കൃഷ്ണബാഹുനാ നിരുദ്ധവായുശ്ചരണാംശ വിക്ഷിപൻ പ്രസുന്നഗാത്ര പരിവൃത്തലോചനാ പപാദലേണ്ഠം വിസൃജൻ ശിതൗ വ്യസൗ. ഓം ശ്രീകൃഷ്ണായ നമഃ. തദ്ദേഹദകർക്കിടകാപലോപമാ വ്യസോരപാകൃഷ്യ ഭുജം മഹാഭുജ അവിസ്മിതോ യത്നഹദാരിരുത്മയൈഃ പ്രസൂനവർഷേദിവിശദ്വിരീഡിത. ദേവശ്രീരൂപസംഗമ്യ ഭാഗവത പ്രവരോ നൃപ കൃഷ്ണാമകൃഷ്ണകർമാണം രഹസ്യോദഭാഷത. കൃഷ്ണ പ്രമേയാസ്മിൻ യോഗേ സജ്ജഗദീശ്വര വാസുദേവാഖിലവാസാ സത്വതാം കവിരപ്രഭോ. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലവാസ സത്വതാം പ്രവരപ്രഭോ. ത്വമാത്മാ സർവഭൂതാനാമേകോ ജ്യോതിരിവൈധസാം ഗുഡോ ഗുഹാശയ സാക്ഷി മഹാപുരുഷ ഈശ്വര. ആത്മനാത്മആശ്രയപൂർവം മായയാ സസ്യജേ ഗുണൻ തൈരിദം സത്യസങ്കൽപ സുജസ്യവശീശ്വര. സത്വം അവതീർണോ വിനാശായ ഹേതൂനാം രക്ഷണായ ച. ദിഷ്ട്യാദേ നിഹതോ ദൈത്യോ ലീലയായം ഹയാഗ്നി യസ്യ ഹേഷിതസ്സംത്രസ്താ സ്ത്യജ്യന്ത്യനിമിഷാദിവം. ചാണൂരം മുഷ്ടികം ചൈവ മല്ലാനന്യാം ച ഹസ്തിനം കംസം ച നിഹതം ദക്ഷ്യേ പരസ്യോഹനിദേ വിഭോ. തസ്യാനുഷംഗയമനമുരാണാം നരകസ്യ ച പാരിജാതാപഹരണമിന്ദ്രസ്യ പരാജയം. ഉദ്വാഹം വീരകന്യാനാം വീരശുൽക്കാദിലക്ഷണം മൃഗസ്യ മോക്ഷണം പാപാത് ദ്വാരകായാം ജഗദ്ഗതേ. സ്യമന്തകസ്യ ജമണേരാദാനം സഹ ഭാര്യയാ മൃതപുത്രപ്രദാനം ച ബ്രാഹ്മണസ്യ സ്വധാമദാ. പൗണ്ഡ്രകസ്യ വൃതംബശ്ച കാശീപുര്യാസ്യ ദീവനം ദന്തവക്ത്രസ്യ നിധനം ചൈതസ്യ ച മഹാക്രതോ. യാനി ജാന്യാനി വീര്യാണി ദ്വാരകാമാവസൻഭവൻ കർത്താ ദൃക്ഷ്യാമ്യഹം താനി ദേയാനി കവിദ്യുർഭുവി. അഥ തേ കാലരൂപസ്യ ചൈഷ്ണോരമുഷ്യ വൈ അക്ഷൗഹിണീനാം നിധനം ദക്ഷയാത്ര വർദ്ധനസാരഥേ. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാർത്ഥമഖോവാഞ്ചിതം
സ്വതേജസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. സ്വാമീശ്വരം സ്വാശ്രയമാത്മമായ വിനിർമ്മിതാശേഷ വിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാർത്ഥ മനുഷ്യ വിഗ്രഹം നദോസ്മി തുല്യം ഇത് വൃഷ്ണി സാത്വതാം. ഇത് 10 മുതൽ നമുക്ക് വായിക്കാം. ആരും സ്തുതിക്കുന്നതാണ് 10 മുതൽ 24 എല്ലാവരും കൂടി. ഓം തത്സത്. ശ്രീ നാരദർ വന്ന് ഭഗവാനെ രഹസ്യമായി കണ്ട് സ്തുതിക്കുകയാണ്. ചെറിയ ബാലനായിട്ടുള്ള ഭഗവാനോട് തൻ്റെ ഭാവിയിൽ ഭഗവാൻ ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യവും, മധുരയിൽ പോകുന്നതും അവരെ ഒക്കെ വധിക്കുന്നതും മല്ലനെയും ചാണൂരിനെയും കംസനെയും വധിക്കുന്നതും ഭഗവാന്റെ ജീവിതത്തിൽ പിന്നീടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ശ്രീ നാരദർ ഭഗവാനെ സ്തുതിക്കുകയാണ്. ദേവർഷീരുപസംഗമ്യ ഭാഗവതപ്രവരോ നൃപ കൃഷ്ണമക്ലിഷ്ടകർമാണാം രഹസ്യേതഭാഷത. കൃഷ്ണ കൃഷ്ണ പ്രമേയാത്മൻ യോഗേശ ജഗദീശ്വര വാസുദേവാഖിലാവാസ സാത്വതാം പ്രവര പ്രഭോ. ത്വമാത്മാ സർവഭൂതാനാം ഏകോ ജ്യോതിരിവൈദസാ ഗൂഢോ ഗുഹാശയസാക്ഷി മഹാപുരുഷ ഈശ്വര. ആത്മനാത്മാശയ പൂർവം മായയാ സൃജേ ഗുണാൻ തൈരിദം സത്യസങ്കൽപ്പ സൃജസ്യ സപസീശ്വര. സത്വം ഭൂധരഭൂതാനാം ദൈത്യപ്രമദരക്ഷസാ അവതീർണോ വിനാശായ സേതൂനാം രക്ഷണായ ച. നിത്യാദേനികതോ ദീത്യോ ലീലയായം ഭയാഹൃതി യസ്യ ഹേഷിത സംപ്രസ്താസ്ത്യജന്ത്യനിമിഷാദിവം. ചാണൂരം മുഷ്ടികം ചൈവ മല്ലാനന്യാം സഹസ്തിനം കംസം ച നിഗതം ദൃശ്യേ പരശ്യോ ഹരിതേ വിഭോ. തസ്യാനുഷംഗയ പുരാണാം നരകസ്യ ച പാരിജാതാപഹരണം ഇന്ദ്രസ്യ ച പരാജയം. ഉദ്വാഹം വീരകന്യാനാം വീരശുൽക്കാദിലക്ഷണം മൃഗസ്യ മോക്ഷണം ഭാവാത് ദ്വാരകായാം ജഗത്പദേ. ശമന്തകസ്യ മണേരാധാനം സഹ ഭാര്യയാ മൃഗപുത്രപ്രധാനം ച ബ്രാഹ്മണസ്യ സ്വദാമദം. പൗണ്ഡ്രകസ്യ വദം പശ്ചാത് കാശീപുര്യാസ്യ ജീവനം ഗന്ധവക്ത്രസ്യ നിധനം ചൈതസ്യ ച മഹാക്രതോ. യാനി ചാന്യാനി വീരാണി ദ്വാരകാമാവസൻ ഭവാൻ കർത്താ ദൃശ്യാമ്യഹം താനി ഗേയാനി കവിഭിർഭുവി. പദവേ കാലരൂപസ്യ ക്ഷപയിഷ്ണോരമുഷ്യവൈ അക്ഷൗഹിണീനാം നിധനം ദ്രക്ഷ്യാമർജുന സാരഥേ. വിശുദ്ധ വിജ്ഞാനഘനം സ്വസംസ്ഥയാ സമാപ്ത സർവാക്രമമോഹവാഞ്ചിതം സ്വദേശസാ നിത്യനിവൃത്തമായ ഗുണപ്രവാഹം ഭഗവന്തമീമഹി. ത്വാമീശ്വരം സ്വാശ്രയമാത്മമായയാ വിനിർമ്മിതാശേഷ വിശേഷകൽപ്പനം ക്രീഡാർത്ഥമധ്യാർത്ഥമനുഷ്യ വിഗ്രഹം നദോസ്മി തുല്യം വിദുവൃഷ്ണി സാത്വതാ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീശുഗോവാച ഏവം യദുപതി കൃഷ്ണം ഭാഗവതപ്രവരോ മുനി പ്രണിപത്യാഭ്യാനുജ്ഞാതോ യയോ തദ്ദർശനോത്സവാ. ഭഗവാനപി ഗോവിന്ദോ ഹത്വാ കേചീനമാഹവേ പശൂന പാലേ പാലേ പ്രീതൈർവജസുഖാവാ. ഏകദാ തേ പശൂൻ പാലാശ്ചാരയന്തോ ദൃശാനുഷു ചക്രുർനിലായന ക്രീഡാശ്ചോരപാലാപദേ സദാ. തത്രാസംഗതി ചിച്ചോര പാലാശക്തി നിർച്ചിന്ദുവ മേഷായിദാസ്യം തത്രൈകേ വിജക്രുരകുതോഭയാ. മയപുത്രോ മഹാമായോ വ്യോമോ ഗോപാലവേഷദ്യം വേഷായിദാന പ്രോവാഹ പ്രായശ്ചോരായിദോ ബഹുൻ. ഗിരിദസ്ത്യാം വിനിക്ഷിപ്യ നീതം നീതം മഹാസുര ശിലയാ വിദധേ ദ്വാരം ചതു പഞ്ചാവശേഷിത. തസ്യ തത്കർമ്മ വിജ്ഞായ കൃഷ്ണ ശരണദ സദാം ഗോപാന്നയന്തം ജഗ്രാഹ മൃഗം ഹരിരിവൗജസാ. സനിജം രൂപമാസ്തായ ഗിരീന്ദ്രസദൃശം ബലി ഇച്ഛൻ വിമോക്തുമാത്മാനം നാശക്നോത്രഗണാതുരാ. തന്നിഗ്രഹ്യാശുദോഭ്യാം പാദയിത്വാ മഹീതലേ പശ്യതാമി വിദേവാന പശൂമാരമമാലയേ. ഗുഹാവിധാനം ദിഗ്വിദ്യ ഗോപാനിസാരി കൃഷ്ണത
सूयमानस्तुते गोवै रविवेशस्वगोकुलम् ओम तत्सत्। इति श्रीमद्महाभागवते महापुराणे पारमहंस्य संहितायां दशमस्कन्धे पूर्वार्धे व्योमासुरवधो नाम सप्तत्रिंशत्तमोऽध्यायः। सर्वत्र गोविंद नाम संकीर्तनं गोविंद गोविंद। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീമദ് ഭാഗവത കീർത്തനം. ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത കിങ്കിണി പദകമല കൃഷ്ണ കങ്കണ കരയുകള കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല ദേവാ ജയ ജയ ഭാഗവത ദദിനവനീതഹര കൃഷ്ണ കരുണീ ചിത്തഹര ദയയാ പാലയ ദാമോദര ഹരി തുളസീ ദാമോദര ദേവാ ജയ ജയ ഭാഗവത ഗോവർദ്ധനധരണ കൃഷ്ണ ഗോപീജനരമണ കോമള പല്ലവ സുന്ദര ചരണ കോകില മധുവജന ദേവാ ജയ ജയ ഭാഗവത നന്ദകുമാര ഹരേ കൃഷ്ണ നാരദ ഗീത ഗുണ നാരായണ വര ഭട്ടഗിരീകൃത തുലിവര ശുഭ ഫലത ദേവാ ജയ ജയ ഭാഗവത ഭൂതാന പ്രിയ ഹേ കൃഷ്ണ വൃന്ദാവന രസിക പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ ദേവാ ജയ ജയ ഭാഗവത ജയ ജഗദീശ ഹരേ കൃഷ്ണ ജയ ജഗദീശ ഹരേ ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ ഭാഗവത. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ നിത്യപാരായണ ഭാഗവതം സമർപ്പിക്കുന്നു. ഓം തത്സത്. ശ്രീ വിഷ്ണു ഭുജംഗ പ്രയാണം ശങ്കരാചാര്യ വിരചിതം. ഓം തത്സത്. വിദംശം വിദം നിർമ്മലം നിർവികൽപം